അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ നബീന വഹബീബിന മുഹമ്മദ് വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസൂലുസ്സുന്ന എന്ന റിസാലയുടെ ശറഹാണ് അൽഹംദുലില്ലാ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ മുഅല്ലിഫ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉസൂലുകളിൽപ്പെട്ടത്, ഉസൂലുസ്സുന്നയിൽപ്പെട്ടതാണ് വൽ ഈമാനു ബി ഷഫാഅത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിലുള്ള വിശ്വാസം. ആ ഷഫാഅത്ത് ഏത് രൂപത്തിലാണ് എന്ന് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി. വീണ്ടും അദ്ദേഹം പറയുന്നത്, വബി ഖൗമിൻ, ഒരു സമൂഹം, യഖ്റുജൂന മിനന്നാർ, അവർ നരകത്തിൽ നിന്ന് പുറത്തു കടക്കും. ബഅദ മഹ്തറഖൂ, കത്തിക്കരിഞ്ഞതിന് ശേഷം, വസാറു ഫഹ്മായി, കത്തി എരിഞ്ഞ് ഫഹ്മായി, അങ്ങനെ കരിഞ്ഞതിനു ശേഷം, ഫയുഅ്മറു ബിഹിം, അവരെ സംബന്ധിച്ച് കൽപ്പന ഉണ്ടാകും, ഇലാ നഹ്രിൻ അലാ ബാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലിനടുക്കൽ ഒരു നെഹ്റുണ്ടാകും, ഒരു പുഴ ഉണ്ടാകും. കമാ ജാ അൽ അസറു, ആ വിഷയത്തിൽ അസർ അഥവാ ഹദീസ് വന്നിട്ടുണ്ട്. അത് സംഭവിക്കുന്നത് കൈഫ ഷാ അല്ലാഹ് വകമാ ഷാ, അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലും ഭാവത്തിലുമാണത് സംഭവിക്കുക. ഇന്നമാ ഹുവൽ ഈമാനു ബിഹി വത്തസ്ദീഖു ബിഹി, നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ വിശ്വസിക്കലും അതിനെ സത്യപ്പെടുത്തലും മാത്രമേ നമ്മുടെ ബാധ്യതയുള്ളൂ. അത് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ബേജാറാവേണ്ട ആവശ്യം മനുഷ്യർക്കില്ല എന്നർത്ഥം. ഈ വിഷയത്തിൽ വളരെ കൃത്യമായി സ്വഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ അറാദല്ലാഹു റഹ്മത മൻ അറാദ മിൻ അഹ്ലിന്നാർ, നരകത്തിലുള്ള ആളുകളോട്, അതിൽ ഉള്ള തൗഹീദുള്ള ആളുകളോട് അള്ളാഹു കാരുണ്യം ഉദ്ദേശിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ അതുവരെ അവർ നരകത്തിലാണ്, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് കാരുണ്യം ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ, അമറല്ലാഹുൽ മലായികത, മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും, അൻ യുഖ്രിജു മൻ കാന യഅ്ബുദുല്ലാഹ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തിരുന്നവരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കാൻ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, മൻ കാന യഅ്ബുദുല്ലാഹ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത മുവഹിദുകൾ, ശിർക്ക് സംഭവിക്കാത്ത ആളുകൾക്ക് ഒരു നാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. അങ്ങനെ ഫയുഖ്രിജൂനഹും, മലക്കുകൾ അവരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കും. എങ്ങനെയാണ് അവരെ മനസ്സിലാകുന്നത്? വയാരിഫൂനഹും ബി ആസാരി സുജൂദ്, സുജൂദിൻ്റെ അടയാളമുണ്ടാകും, സുജൂദിൻ്റെ അടയാളമുണ്ടാകും. വഹറമല്ലാഹു അലന്നാരി അൻ തഅകുല അസറ സുജൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് ഹറാമാക്കും എന്ത്? സുജൂദിൻ്റെ അടയാളം തിന്നുന്നതിനെ. സുജൂദിൻ്റെ അടയാളം, ശരീരത്തിലെ സുജൂദിൻ്റെ അടയാളം കത്തിച്ച് കളയുന്നതിനെ നരകത്തിന് അള്ളാഹു വിലക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം മനസ്സിലായി. എന്താണത്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയും ധാരാളമായി നമസ്കരിക്കുകയും ചെയ്തവർ പോലും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. അതുകൊണ്ടാണല്ലോ സുജൂദിൻ്റെ അസർ, അത് ആ അടയാളം വെച്ചിട്ടാണ് മലക്കുകൾ അവരെ പുറത്തെടുക്കുന്നത്. ആ അടയാളം വെച്ചിട്ടാണ് മലക്കുകൾ അവരെ പുറത്തെടുക്കുന്നത്. അപ്പോൾ നമസ്കരിച്ച ആളാണ്, പക്ഷേ ചില തിന്മകൾ അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ശിക്ഷ നരകത്തിൽ അനുഭവിച്ചതിന് ശേഷമേ സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നിരന്തരമായി നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടാൻ വേണ്ടി നാം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം മുവഹിദുകളാണെങ്കിലും നമസ്കരിക്കുന്നവരാണെങ്കിലും അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ അവർ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന്
ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അങ്ങനെ ഫയഖ്റുജൂന മിനന്നാർ, അവർ നരകത്തിൽ നിന്ന് പുറത്തു കടക്കും. ഫകുല്ലു ഇബ്നി ആദമ തഅകുലുഹുന്നാറു ഇല്ലാ അസറ സുജൂദ്, സുജൂദിൻ്റെ അടയാളം ഒഴികെ ബാക്കി എല്ലാ ഭാഗവും നരകം കത്തിച്ച് കളയുന്നതാണ്. അങ്ങനെ ഫയഖ്റുജൂന മിനന്നാർ, നരകത്തിൽ നിന്ന് അവർ പുറത്തു കടക്കും. ഖദിംതഹശൂ, അവർ ഇഹ്തറഖു, ഇംതഹശ എന്ന് പറഞ്ഞാൽ അവർ കത്തിക്കരിഞ്ഞിട്ടുണ്ട്, കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായിട്ടുണ്ട്. പക്ഷേ അവരുടെ സുജൂദിൻ്റെ അസറുകൾ ബാക്കിയുണ്ട്. ഫയുസബ്ബു അലൈഹിം മാ ഉൽ ഹയാത്ത്, അങ്ങനെ അവരുടെ മേൽ ഹയാത്തിൻ്റെ വെള്ളം ഒഴിക്കപ്പെടും. ഫയുസബ്ബു അലൈഹിം മാ ഉൽ ഹയാത്ത്, നേരത്തെ പറഞ്ഞ ആ നെഹർ, പുഴ, ആ പുഴയിലെ വെള്ളം ഇവരുടെ തലയിലൂടെ ഒഴിക്കും. ഫയുസബ്ബു അലൈഹിം മാ ഉൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ വെള്ളം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഫയൻബുത്തൂന, അങ്ങനെ അവരുടെ ശരീരം വളരും, ഈ കത്തിക്കരിഞ്ഞതൊക്കെ മാറി. കമാ തംബുത്തുൽ ഹിബ്ബത്തു ഫി ഹമീലി സൈലി, ധാന്യങ്ങൾ, ഹമീലുസൈൽ, ഹമീലുസൈൽ എന്ന് പറഞ്ഞാൽ ഒഴുകി വരുന്ന വെള്ളം, അതിൻ്റെ രണ്ട് സൈഡിലും ചെറിയ പുല്ലുകൾ മുളച്ച് വളരുന്നത് പോലെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഇവിടെ സൈൽ എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, ഒഴുകി വരുന്ന പുഴ, തോട്. നമുക്കറിയാം നമ്മുടെ നാടുകളിൽ തോടുകളുണ്ട്, അതേപോലെ തന്നെ തോടുകൾ, പുഴകൾ, അരുവികൾ, ഇതിൻ്റെയൊക്കെ രണ്ട് സൈഡിലും നല്ല പച്ചപ്പായിരിക്കും. അതേപോലെ തന്നെ ഇവയുടെ സൈഡുകളിൽ നമ്മൾ വല്ല ധാന്യമോ നെല്ലോ ഗോതമ്പോ വളർത്തുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് വളരുകയും ചെയ്യും. ആ രൂപത്തിലാണ് അതിൻ്റെ അവസ്ഥ. എന്നതുപോലെ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഇരു കരകളിലും ഇരുവശങ്ങളിലും ചെടികൾ മുളച്ചു പൊന്തുന്നത് പോലെ ഇവരുടെ ശരീരത്തിൻ്റെ കരിഞ്ഞ ഭാഗങ്ങളെല്ലാം മാറി നല്ല അവസ്ഥയിലേക്ക് വരികയും അങ്ങനെ ചാമ്പലായ ഉണങ്ങിപ്പോയ അവസ്ഥയിൽ നിന്ന് ഒരു ചെടിയെ അള്ളാഹു മുളപ്പിച്ചു കൊണ്ടുവരുന്നത് പോലെ മുഴുവൻ കരിഞ്ഞ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഇവിടെ മാ ഉൽ ഹയാത്ത് എന്ന് പറഞ്ഞത്. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യിൻ, ഈ ദുനിയാവിൽ വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ ഖിയാമത്ത് നാളിലും കത്തിക്കരിഞ്ഞവരെ അള്ളാഹു ഈ മായിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന വ അഹ്ലുൻ നാരി നാർ, സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിലും നരകത്തിൻ്റെ ആളുകൾ നരകത്തിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ യഖൂലുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും മലക്കുകളോട്, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദൽ, കടുകുമണിയോളം മിൻ ഈമാൻ, ഈമാൻ ഹൃദയത്തിലുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ അമലാണ് ഉദ്ദേശം. തൗഹീദിന് പുറമെ കടുകുമണിയോളം നന്മ ചെയ്ത ആളുകളുണ്ടെങ്കിൽ ഫഅഖ്രിജൂഹു, അവരെ പുറത്തെടുക്കാൻ പറയും. ഫയുഖ്റജൂന, അങ്ങനെ അവർ പുറത്തെടുക്കപ്പെടും. ഖദിം തുഹിഷു വആദു ഹുമമ, അവർ കത്തുകയും കരിയുകയും ചെയ്തിട്ടുണ്ട്. ഫയുൽഖൗന ഫീ നഹരിൽ ഹയാത്ത്, ഹയാത്തിൻ്റെ നെഹറിൽ അവർ ഇടപെടും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ നെഹറിൻ്റെ പേരാണ് നെഹറുൽ ഹയാത്ത്. നെഹറുൽ ഹയാത്ത്, ഇത് സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അടുത്തുള്ള ഒരു പുഴയാണ്. അതിലേക്ക് അവരെ കൊണ്ടുവരും, അവരെ അതിൽ പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ അതിലുള്ള വെള്ളമെടുത്ത് അവരുടെ തലയിലൂടെ ഒഴിക്കും. ഫയംബുതൂന കമാ തംബുതുൽ ഹിബ്ബത്തു ഫീ ഹമീലി സൈൽ, അങ്ങനെ ഒഴുകുന്ന ജലാശയങ്ങളുടെ സൈഡുകളിൽ ചെടികൾ, പുല്ലുകൾ, പച്ചപ്പ് ഉണ്ടായി വരുന്നത് പോലെ അവരുടെ ശരീരം ഭംഗിയായി തിളിർത്ത് വരികയും അങ്ങനെ അവർക്ക് പഴയ രൂപം അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായൊരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യുന്നതാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ തന്നെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഫഇല്ലം തുസദ്ദിഖൂനി ഫഖ്റഉ, അദ്ദേഹം ഹദീസ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുന്നത് എന്താണ്, നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുന്നില്ലെങ്കിൽ ഫഖ്റഉ, നിങ്ങൾക്ക് തെളിവായിട്ട് നിങ്ങൾ ഖുർആനിലെ ഈ ആയത്ത് ഓതിക്കോളൂ, അപ്പോൾ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമെന്നർത്ഥം. എന്താണത്?
ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ വ ഇൻ തകു ഹസനതൻ യുളാഇഫഹ. മിസ്ഖാല ദർറത്ത്, അണുമണി തൂക്കം പോലും അള്ളാഹു ഉൽമ കാണിക്കൂല. ഒരു നന്മയുണ്ടെങ്കിൽ അള്ളാഹു അതിനെ ഇരട്ടിപ്പിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അണുമണിത്തൂക്കം നന്മ ചെയ്ത ഒരാൾക്ക് അതിൻ്റെ ഫലം കിട്ടാതിരിക്കൂല. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു. മിസ്ഖാൽ ദർറത്താണ് ഒരാൾ ഖൈർ ചെയ്തതെങ്കിൽ ജീവിതത്തിൽ ആ ഒരു ഖൈറേ അയാൾ ചെയ്തിട്ടുള്ളൂ, എന്നാൽ പോലും അള്ളാഹു അതിനെ ഇരട്ടിപ്പിച്ച് അയാളെ സ്വർഗത്തിലാക്കും. പക്ഷേ തൗഹീദ് വേണം. തൗഹീദിൻ്റെ മഹത്വമാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തൗഹീദിൽ പിഴക്കാൻ പാടില്ല. എന്നാൽ തൗഹീദുള്ള ആളുകൾക്ക് അവർ ശിക്ഷിക്കപ്പെട്ടാൽ പോലും സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയും. അത്രയും മൂല്യമുള്ളതാണ് തൗഹീദ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ തൗഹീദ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടണം ആളുകൾക്കിടയിൽ. എത്ര വിമർശനങ്ങളുണ്ടായാലും ശരി, എത്ര പ്രതിസന്ധികളുണ്ടായാലും ശരി, കഴിവിൻ്റെ പരമാവധി ജനങ്ങളിലേക്ക് തൗഹീദ് എത്തിക്കണം. കാരണം ആ തൗഹീദ് അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അവർക്ക് വിജയിക്കാൻ കഴിയും. ഫയഷ്ഫഉൻ നബിയ്യൂന, അംബിയാക്കൾ ഷഫാഅത്ത് പറയും. വൽ മലായികത്തു, മലക്കുകൾ ഷഫാഅത്ത് പറയും. വൽ മുഅ്മിനൂന, വിശ്വാസികൾ ഷഫാഅത്ത് പറയും. എല്ലാവരും ഷഫാഅത്ത് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഷഫാഅത്ത് അംബിയാക്കൾക്കുണ്ട്, മലക്കുകൾക്കുണ്ട്, സത്യവിശ്വാസികളൊക്കെ മഹ്ശറിൽ ശുപാർശ പറയും. ഫയഖൂലുൽ ജബ്ബാറു, അപ്പോൾ ജബ്ബാറായ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ബഖിയത് ഷഫാഅത്തി, ഇനി എൻ്റെ ഷഫാഅത്ത് ബാക്കിയുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ രക്ഷപ്പെടുത്തലാണ് ഉദ്ദേശം. അല്ലാതെ അള്ളാഹുവിന് ആരോടും ശുപാർശ പറയാനില്ല. മറിച്ച് ഇവിടെ ഉദ്ദേശം ആലങ്കാരികമാണ്. എൻ്റെ ഷഫാഅത്ത് അഥവാ അള്ളാഹുവിൻ്റെ വക, അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ രക്ഷപ്പെടുത്തുന്നത് ബാക്കിയായി. അങ്ങനെ ഫയഖ്ബിദു ഖബ്ദതൻ മിനന്നാർ, അള്ളാഹു നരകത്തിൽ നിന്ന് ഒരു പിടുത്തം പിടിക്കും. ഫയഖ്ബിദു ഖബ്ദതൻ മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരു പിടുത്തം അള്ളാഹു പിടിക്കും. ഫയുഖ്രിജു അഖ്വാമൻ, അങ്ങനെ ഒരു സംഘത്തെ അള്ളാഹു പുറത്തെടുക്കും. ഖദും തുഹിഷു, അവർ കത്തിക്കരിഞ്ഞിട്ടുണ്ട്. ഫയുൽഖൗന ഫീ നഹരിൻ ബി അഫ്വാഹിൽ ജന്ന, സ്വർഗത്തിൻ്റെ മുൻഭാഗത്തുള്ള ഒരു പുഴയിൽ അവർ ഇടപെടും. യുഖാലു ലഹു മാ ഉൽ ഹയാത്ത്, അതിന് മാ ഉൽ ഹയാത്ത് എന്നാണ് പേര്. അപ്പം നഹറുൽ ഹയാത്ത്, അതേപോലെ തന്നെ മാ ഉൽ ഹയാത്ത്, ഈ പേരൊക്കെ അതിനുണ്ട്. ഫയൻബുത്തൂന ഫീ ഹാഫതൈഹി, ആ രണ്ട് പുഴയുടെയും രണ്ട് ഭാഗങ്ങളിലായി അവർ കൊണ്ടുവരപ്പെടും. എന്നിട്ട് അതിൽ നിന്ന് ഒഴിക്കപ്പെടും. അപ്പോൾ അവർ അവിടെ പുഴകളുടെ തീരങ്ങളിലുള്ള ചെടികൾ വളരുന്നത് പോലെ, പുല്ല് വളരുന്നത് പോലെ അവർ വളരും. കമാ തൻബുത്തുൽ ഹിബ്ബത്തു ഫി ഹമീലി സൈലി ഖദ് റഅയ്തുമൂഹ ഇലാ ജാനിബി സഖറ, ചില പാറയുടെ സൈഡുകളിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചെടികളെ കാണാം. ഇലാ ജാനിബി ഷജറ, അതേപോലെ തന്നെ ചില വൃക്ഷങ്ങളെ നനയ്ക്കുമ്പോൾ ആ വലിയ ഈത്തപ്പന അതല്ലെങ്കിൽ തെങ്ങ്, ഇതൊക്കെ നമ്മൾ നനച്ചാൽ ആ തെങ്ങിന് ചുറ്റും ചെറിയ ചെറിയ പുല്ലുകൾ വളരുന്നത് കാണാം. അതേപോലെ ഫമാക്കാന ഇല ശംസി മിൻഹ കാന അഖ്വർ, നല്ല സൂര്യപ്രകാശം കിട്ടുന്നത് നല്ല പച്ച നിറത്തിലും. വമാക്കാന മിൻഹ ഇല ദില്ലി കാന അബിയദ്, തണലുള്ളിടത്ത് വളരുമ്പോൾ ഏകദേശം വെള്ള നിറത്തോട് ചായ്വുള്ളതുമായി വളരുന്ന ചെടികളുണ്ടല്ലോ. ഫയഖ്റുജൂന കഅന്നഹും ലുഉ, അങ്ങനെ പവിഴങ്ങളെപ്പോലെ അവർ പുറത്തു വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ കത്തിക്കരിഞ്ഞ് ചാമ്പലായതിനു ശേഷം മുത്തുകളും പവിഴങ്ങളും പോലെ അള്ളാഹു അവരെ മാറ്റിയെടുക്കുന്നതാണ്. ഫയുജ്അലു ഫീ റിഖാബിഹിമുൽ ഖവാതീമു, അവരുടെ പിരടികളിൽ ചില അടയാളങ്ങൾ വെക്കും. എന്തിനാണത്? ഇവർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് വരുന്നവരാണ് എന്നതിനൊരു പ്രത്യേക അടയാളം അവർക്ക് നൽകപ്പെടും. ഫയദ്ഖുലൂനൽ ജന്ന, അങ്ങനെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഫയഖൂലു അഹ്ലുൽ ജന്ന, അപ്പോൾ സ്വർഗത്തിലെ ആളുകൾ പറയും, ഹാ ഉലായി ഉത്തഖാഉർ റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച ആളുകളാകുന്നു ഇവർ. അദ്ഖലഹുമുൽ ജന്നത ബിഗൈരി അമലിൻ അമിലു, ഇവർ ഒരു അമലും ചെയ്തിട്ടില്ല, ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, ഒരു സൽക്കർമ്മവും ചെയ്യാതെയാണ് അള്ളാഹു അവരെ പുറത്തെടുത്തിട്ടുള്ളത്. വലാ ഖൈരിൻ ഖദ്ദമൂ, ഒരു ഖൈറും അവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. തൗഹീദുണ്ട് എന്നല്ലാതെ വേറെ ഒരു നന്മയും ചെയ്യാത്തവരാണ്. പക്ഷേ അള്ളാഹു അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലെത്തിച്ചിരിക്കുന്നു. ഫയുഖാലു ലഹും ലക്കും മാ റഅയ്തും വമിസ്ലുഹു മഅഹു, ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകളോട് അള്ളാഹു പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം, ഇവിടെ കാണുന്നതും
അതിന് തുല്യമായതും നിങ്ങൾക്കുണ്ട്. അങ്ങനെ സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെല്ലാം അവർക്ക് നൽകുന്നതാണ്. അപ്പോൾ കത്തിക്കരിഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെയും മുഅ്മിനുകളുടെയും നബിമാരുടെയും ശഫാഅത്തിന് ശേഷം അള്ളാഹു ഒരു പിടുത്തം പിടിക്കും നരകത്തിൽ നിന്ന്. അവരാണ് അവസാനത്തെ ആളുകൾ. അങ്ങനെ അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. മാഉൽ ഹയാത്ത് അവരുടെ ശരീരത്തിൽ ഒഴിക്കപ്പെടും. അങ്ങനെ ചെടികൾ വളരുന്നത് പോലെ അവർ വളരും. അവർ ലുഉലു പോലെ, കഅന്നഹുമുൽ ലുഉലു, മുത്തുപോലെ, പവിഴം പോലെ അവരുടെ ശരീരം മാറും. അവർക്കൊരു പ്രത്യേക അടയാളം അള്ളാഹു നൽകും. അള്ളാഹുവിൻ്റെ പരമകാരുണികൻ്റെ മോചിതരാണ്, അള്ളാഹു മോചിപ്പിച്ചവരാണ് എന്നുള്ള അർത്ഥത്തിൽ. അഥവാ എല്ലാവരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലാക്കുന്നത് അള്ളാഹുവാണ്. എന്നിരിക്കെ ഇത് പ്രത്യേകം പറയാനുള്ള കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യം മാത്രമാണ് അവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തിച്ചത്. കാരണം ബിഗൈരി അമലിൻ അമിലു, അവർ ഒരു അമലും ചെയ്തിട്ടില്ല, തൗഹീദല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. വല ഖൈരിൻ ഖദ്ദമൂ, ഒരു നന്മയും മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ അവർ ഷിർക്ക് വെച്ചിട്ടില്ല, അള്ളാഹു അല്ലാത്ത ഒരാളോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ ഷിർക്കിൻ്റെ ഗൗരവവും എത്രമാത്രം അത് നന്മയെ തടയുന്നതാണ്, തൗഹീദ് എത്രമാത്രം ഖൈറിനെ കൊണ്ടുവരുന്നതാണ് എന്നുകൂടി ഈ ഹദീസിലൂടെ മനസ്സിലാക്കാം. ഇതിൽ പല പിഴച്ച കക്ഷികളും ഈ ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നില്ല. ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെ അവർ തള്ളിക്കളയുന്നു. ഒരാൾ ഒരിക്കൽ നരകത്തിൽ പ്രവേശിച്ചാൽ പിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പോവുകയില്ല എന്നാണ് അത്തരം പിഴച്ച കക്ഷികൾ വാദിക്കുന്നത്. അതിനുള്ള ഒരു റദ്ദു കൂടിയാണ്, ഒരു മറുപടി കൂടിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഒരു കാര്യം തൻ്റെ റിസാലയിൽ കൊണ്ടുവരാനുള്ള കാരണം. വീണ്ടും അദ്ദേഹം പറയുന്നു, വൽ ഈമാനു, വിശ്വസിക്കണം, അന്നൽ മസീഹ് അദ്ദജ്ജാൽ, മസീഹ് അദ്ദജ്ജാൽ ഖാരിജുൻ, അവൻ പുറപ്പെട്ടു വരും, മക്തൂബുൻ ബൈന ഐനൈഹി, അവൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ എഴുതപ്പെട്ടിട്ടുണ്ടാകും, കാഫിറുൻ, കാഫിർ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടാകും. വൽ അഹാദീസുല്ലത്തി ജാഅത് ഫീഹി, ആ വിഷയത്തിൽ വന്ന ഏതെല്ലാം ഹദീസുകളുണ്ടോ അതിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. വൽ ഈമാനു ബി അന്ന ദാലിക കായിനുൻ, അത് സംഭവിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ദജ്ജാൽ വരും, ഒരു സംശയം വേണ്ട. വ അന്ന ഈസ ഇബ്ന മറിയം അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയും വരും. യൻസിലു, ഇറങ്ങി വരും, ആകാശത്താണുള്ളത്. ബർറഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഉയർത്തിയതാണ് ആരെ? ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരും. ഫയഖ്തുലുഹു, എന്നിട്ട് ദജ്ജാലിനെ കൊല്ലും. ബിബാബി ലുദ്ദിൻ, ലുദ്ദിൻ്റെ വാതിലിനടുക്ക്, ഗേറ്റിനടുക്കൽ വെച്ച്. ലുദ് എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസിന്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ലുദ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ദജ്ജാലിനെ കൊല്ലുന്നതാണ്. ദജ്ജാലുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾക്ക് ആ വിഷയത്തിലുള്ള വിശ്വാസത്തെ പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. അത്രമാത്രം ഹദീസുകൾ ദജ്ജാലുമായി ബന്ധപ്പെട്ട്, മുത്തവാത്തിർ എന്ന് പറയാൻ മാത്രമുള്ള ഹദീസുകൾ ദജ്ജാലുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നാം എല്ലാവരും നമ്മുടെ നമസ്കാരത്തിൽ, 5 വഖ്ത് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന, ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽപ്പെട്ടതാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വമിൻ അദാബി അൽ ഖബർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹി അദ്ദജ്ജാൽ. മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. അപ്പോൾ ഇല്ലാത്തൊരു കാര്യത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ രക്ഷ തേടൂല. ചില ആളുകൾ പറയുന്നത് അങ്ങനെയൊന്നുമില്ല, മസീഹുദ്ദജ്ജാലില്ല, അത് കളവ് പറയുന്ന ആളുകളും കള്ളപ്രവാചകന്മാരും വരും എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ്, അതല്ലാതെ ഇങ്ങനൊരു പ്രത്യേക സൃഷ്ടിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വാദിച്ച് ദജ്ജാലിൻ്റെ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ട്. നമ്മുടെ കേരളത്തിലുമുണ്ട്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരൂല, അത് നീതി സ്ഥാപിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ദജ്ജാൽ വരുമെന്ന് പറഞ്ഞാൽ തിന്മയുടെ ആധിക്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അതല്ലാതെ അക്ഷരാർത്ഥത്തിൽ അവർ വരികയില്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ കാണാം. അതൊന്നും ശരിയല്ല.
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ പ്രകാരം മസീഹുദ് ദജ്ജാൽ വരും. ഇവിടെ വൽ ഈമാനു വിശ്വസിക്കൽ അന്നൽ മസീഹ അദ്ദജ്ജാൽ. നമുക്കറിയാം മസീഹു അദ്ദജ്ജാലിനെ വധിക്കുന്നതാരാണ്? അൽ മസീഹു ഈസ ഇബ്നു മറിയം. ഈസാ നബിയും മസീഹാണ്, ദജ്ജാലും എന്താണ്? മസീഹാണ്. അപ്പോൾ എന്താണ് ഇവിടെ മസീഹ്? അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ദജ്ജാലിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നെങ്കിൽ ദജ്ജാൽ എന്ന് പറയണം, അല്ലെങ്കിൽ മസീഹുദ് ദജ്ജാൽ എന്ന് പൂർണ്ണമായും പറയണം. അൽ മസീഹ് എന്ന് മാത്രം ആരെക്കുറിച്ച് പറയരുത്? ദജ്ജാലിനെ കുറിച്ച് പറയരുത്. എന്നാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ച് അൽ മസീഹ് എന്ന് മാത്രം പറഞ്ഞാലും കുഴപ്പമില്ല. മസീഹു ഈസ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മസീഹ് എന്ന് മാത്രം പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ദജ്ജാലിനെ ഉദ്ദേശിച്ച് പറയുമ്പോൾ മസീഹുദ് ദജ്ജാൽ എന്ന് തന്നെ പറയണം. എന്താണ് അൽ മസീഹിൻ്റെ അർത്ഥം? യഥാർത്ഥത്തിൽ മസഹ യംസഹു മസ്ഹൻ, മസഹ എന്ന് പറഞ്ഞാൽ തലോടുക, തടവുക എന്നർത്ഥമുണ്ട്. സാഹ യസീഹു എന്നുള്ള വാക്കുണ്ട്, സഞ്ചരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മസീഹാണ് എന്ന് പറഞ്ഞാൽ ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന എന്ന അർത്ഥമാണ് അവിടെ അൽ മസീഹ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നന്മയും സമാധാനവും ശാന്തിയും നൽകുന്ന വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഅ്ജിസത്തിൽപ്പെട്ടതാണെന്ത്? രോഗികളുടെ അസുഖങ്ങൾ കൈകൊണ്ട് തടവിയാൽ വെള്ളപ്പാണ്ട് മാറും. കണ്ണ് തീരെ ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തടവിയാൽ കാഴ്ച കിട്ടും. മരിച്ചവരെ വരെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം തടവിയാൽ ജീവിച്ചു വരും. അത് മുഅ്ജിസത്താണ്. അതുകൊണ്ടാണ് അവിടെ അൽ മസീഹ് എന്ന പേര്. എന്നാൽ മസീഹുദ് ദജ്ജാൽ എന്ന് പറയുമ്പോൾ, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ദജ്ജില് എന്നതിൽ നിന്ന് വന്നതാണ്. ദജല എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുക, കൃത്രിമമായി കബളിപ്പിക്കുകയാണ്, മാജിക്ക് പോലെയാണ്. അതിന് ഹഖീഖത്തില്ല, അത് കൃത്രിമമാണ്. ഹഖീഖത്തില്ല എന്ന് പറഞ്ഞാൽ മുഅ്ജിസത്ത് പോലെ ഉള്ളതല്ല, ജനങ്ങളെ കബളിപ്പിക്കലാണത്. ഈ കബളിപ്പിച്ചുകൊണ്ടുള്ള ഈസാ നബി ചെയ്തതുപോലുള്ള ചില കാര്യങ്ങൾ ആരും ചെയ്യും? ദജ്ജാൽ ചെയ്യും. ഒരാളെ കൊല്ലും, എന്നിട്ട് ജീവിക്കാൻ പറയും. അപ്പം എന്ത് ചെയ്യും? അയാൾ ജീവിക്കും. ഈസാ നബി ഇതേപോലെ ചെയ്ത്. പക്ഷേ ഈസാ നബിയുടെ മുഅ്ജിസത്താണ്, ഇയാളുടേത് ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ദജ്ജാലിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അത് ദജ്ജാലിൻ്റെ കഴിവ് പെട്ടതുപോലുമല്ല. ദജ്ജാലിൻ്റെ കഴിവ് പെട്ടതല്ല. ദജ്ജാൽ ഒരു മനുഷ്യനാണ്. ദജ്ജാൽ മലക്കല്ല, ദജ്ജാൽ ജിന്നല്ല, ദജ്ജാൽ വേറെ ഏതെങ്കിലും ജീവിയല്ല. ദജ്ജാൽ മനുഷ്യനാണ്. ദജ്ജാൽ മനുഷ്യനാണ്. അതേപോലെ തന്നെ അക്കാലഘട്ടത്തിൽ വമ്പിച്ച വരൾച്ചയായിരിക്കും ദജ്ജാൽ വരുമ്പോൾ. എവിടെയും ഭക്ഷണം ഉണ്ടാവില്ല. അത്രയും വരൾച്ചയും പട്ടിണിയുമുള്ള സമയത്താണ് ആര് വരുന്നത്? ദജ്ജാൽ വരുന്നത്. എന്തിനാണ്? ഒരു പരീക്ഷണമാണ്. കാരണം ദജ്ജാൽ വന്നിട്ട് പറയും മഴ പെയ്യാൻ പറയും. അപ്പോൾ മഴ പെയ്യും. സസ്യലതാദികളോട് മുളയ്ക്കാൻ പറയും. അപ്പോൾ ചെടികളൊക്കെ മുളയ്ക്കും. ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും കിട്ടുമ്പോൾ നിങ്ങൾ തന്നെയാണ് റബ്ബ് എന്ന് പറയും. അപ്പോൾ അത്രയും പ്രയാസപ്പെടുമ്പോൾ ഞങ്ങൾക്ക് വെള്ളം തന്ന ആൾ. ഇവിടെ മനുഷ്യന്മാരെങ്ങനെയാണ്? ഒരാൾ പ്രയാസപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു സഹായം ഒരാൾ ചെയ്തു കൊടുത്താൽ നിങ്ങളാണ് എൻ്റെ ദൈവം എന്ന് പറയും. അത്രക്ക് നന്ദി കെട്ടവനാണ് മനുഷ്യൻ. നിങ്ങളാണ് എൻ്റെ കൺകണ്ട ദൈവം നിങ്ങളാണ് എന്ന് പറയും. ആ മനുഷ്യൻ അങ്ങനെയാണ്. അപ്പോൾ ദജ്ജാൽ അത്രയും പ്രയാസമുള്ളൊരു സമയത്ത് മഴ പെയ്യിപ്പിക്കുന്നു. സത്യത്തിൽ അതൊക്കെ മുഅ്ജിസത്തുകളോ അതേപോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അള്ളാഹു അവനിലൂടെ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ നടക്കുകയാണ് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ആ അർത്ഥത്തിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒറിജിനലി ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റായിട്ട് കബളിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന, അതുകൊണ്ടാണ് മസീഹ് അദ്ദജ്ജാൽ. അതിന് ചേർത്ത് പറയണം. അത് കളിപ്പിക്കലാണ്, മാജിക്കാണ്. എന്നാൽ ഈസാ നബിയുടേത് ഒറിജിനലാണ്. അതേപോലെ തന്നെ മസീഹ് എന്ന പേര് ലഭിക്കാനുള്ള കാരണം മംസൂഹുൽ ഐൻ. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിനെ കുറിച്ച് പറയുന്നത് ഒരു കണ്ണ് തുടച്ചു നീക്കപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെ ഒറ്റക്കണ്ണനാണ്. മംസൂഹുൽ ഐൻ, ഒരു ഐന് മംസൂഹാണ്, തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മംസൂഹിൻ്റെ മറ്റൊരു പ്രയോഗമാണ് മസീഹ്. മസീഹ്. അതുകൊണ്ട് ഇവിടെ മസീഹ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണൻ ദജ്ജാൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ധാരാളം പണ്ഡിതന്മാർ ഈ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒറ്റക്കണ്ണൻ ദജ്ജാൽ എന്നാണ് അൽ മസീഹുദ് ദജ്ജാൽ.
അതേപോലെ ഞാൻ പറഞ്ഞു, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. 40 ദിവസം കൊണ്ട് അവൻ ഭൂമി മൊത്തം സഞ്ചരിക്കുന്നതാണ്, വാഹനങ്ങളൊന്നുമില്ലാതെ കാൽനടയായിക്കൊണ്ട്. ഇപ്പോൾ 40 ദിവസം കൊണ്ട് ഭൂമിയുടെ എല്ലാ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും ആര് വരും? ദജ്ജാൽ വരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആ ഫിത്നയിൽ നിന്ന്. അങ്ങനെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവൻ എന്നർത്ഥമുണ്ട് അൽ മസീഹിന് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. രണ്ടാണെങ്കിലും ശരി, ഇവിടെ അൽ മസീഹ് ദജ്ജാൽ എന്നുള്ളത് ദജ്ജാലിൻ്റെ വിശേഷണമായി പറഞ്ഞാൽ മസീഹ് എന്തായാലും എന്തല്ല, നല്ലതിൻ്റെ വിശേഷണമല്ല, പിന്നെന്താണ്? ചീത്തയുടെ വിശേഷണമാണ്. എന്നാൽ ഈസാ നബിയുടെ കൂടെയുള്ള അൽ മസീഹിൻ്റെ ലക്ഷ്യം അത് നന്മയുടേതാണ്. അതുകൊണ്ട് തന്നെ തിന്മയുടെ മസീഹിനെ നന്മയുടെ മസീഹ് എന്ത് ചെയ്യും? കൊന്നുകളയുന്നതാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുന്നത്. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് മഷ്ഹൂറായതുകൊണ്ട് തന്നെ പ്രത്യേകം അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ വൽ ഈമാനു, വിശ്വസിക്കൽ, അന്നൽ മസീഹദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാൽ ഖാരിജുൻ, അവൻ പുറപ്പെട്ടു വരും, മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ, അവൻ്റെ 2 കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എഴുതാനും വായിക്കാനും അറിയുന്നവർക്കും എഴുതാനും വായിക്കാനും അറിയാത്തവർക്കും അത് വായിക്കാൻ പറ്റുന്നതാണ്. അക്ഷരങ്ങൾ പഠിക്കാത്തവനും യഥാർത്ഥ മുസ്ലിമീങ്ങൾക്കന്ന് കാഫിർ എന്ന് ഇവൻ്റെ കണ്ണിനിടയിൽ എഴുതിയത് വായിക്കാൻ പറ്റും. അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെ ദജ്ജാലിനെക്കുറിച്ച് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് ഉമ്മത്തിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിനെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുമായിരുന്നു. ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ കണ്ടാൽ നമുക്ക് അത് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മസീഹുദ് ദജ്ജാലുമായി ബന്ധപ്പെട്ട ഒരു പഠന പരമ്പര ഇൻഷാ അല്ലാഹ് നാം നിർവഹിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിൽ വളരെ വിശദമായി ദജ്ജാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം ദജ്ജാലിനെക്കുറിച്ച് പറയുകയും ഇടക്കിടക്ക് നിങ്ങൾ ദജ്ജാലിൻ്റെ സിഫത്ത് മറന്നു പോകരുത് എന്ന് റസൂൽ പറയുമായിരുന്നു എന്നാണ്. ദജ്ജാൽ ഇങ്ങനെയൊക്കെയാണ്. കാരണം എന്താണ്? ദജ്ജാൽ വന്ന വമ്പിച്ച പരീക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ നബിമാരും ദജ്ജാലിനെക്കുറിച്ച് പറയാത്ത ഒരു നബിയും കടന്നുപോയിട്ടില്ല എന്ന്. ആദം നബി മുതൽക്ക് ദജ്ജാലിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അത്രയും വലിയ ഫിത്നയാണ്. ലോകത്ത് വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലിൻ്റെ ഫിത്നയായിരിക്കും. കാരണം അത്രയും ജനങ്ങൾക്ക് ഇവൻ ദൈവമാണ് എന്ന് തോന്നുമാറുള്ള കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ, അവൻ്റെ മറ്റടയാളങ്ങളൊക്കെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വായിക്കാൻ അറിയാത്തവർക്ക് പോലും വായിക്കാൻ പറ്റുന്നൊരടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പഠിച്ച് മനസ്സിലാക്കി കരുതിയിരിക്കുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഇത് വായിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവൻ്റെ ഫിത്നയിൽ അകപ്പെടൂല. മക്തൂബുൻ ബൈന ഐനൈഹി കാഫിറുൻ, 2 കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകും. ചില റിവായത്തിലുള്ളത് കാഫ് ഫ റാ ഇങ്ങനെയാണ്, കൂട്ടി എഴുതിയിട്ടുണ്ടാവില്ല. പിന്നെ മുഖത്താക്കൻ, മുറിഞ്ഞാണ് എഴുതിയിട്ടുണ്ടാവുക, കാഫ് ഫ റാ. എന്നാൽ ചില റിവായത്തിൽ കാഫിർ എന്ന് തന്നെ വന്നിട്ടുണ്ട്. 2 ആണെങ്കിലും ശരി അത് വായിക്കാൻ പറ്റും. വൽ അഹാദീസുല്ലത്തി ജാഅത് ഫീ, ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ ധാരാളം ഹദീസുകളുണ്ട്. വൽ ഈമാനു ബി അന്ന ദാലിക കായിനുൻ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാതെ അത് തിന്മയെക്കുറിച്ച്, തിന്മയുടെ ആധിക്യത്തെക്കുറിച്ചുള്ള ഒരു ആലങ്കാരിക പ്രയോഗമല്ല. മറിച്ച് അങ്ങനെ ഒരു വ്യക്തി വരും. വ അന്ന ഈസ ഇബ്ന മറിയം അലൈഹിസ്സലാം യൻസിൽ, അതിൻ്റെ കൂടെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. ഫയഖ്തുലുഹു, അങ്ങനെ ദജ്ജാലിനെ കൊല്ലും. ബിബാബിലുദ്ദീൻ, ലുദ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൻ്റെ അടുക്കലുള്ള ലുദ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ ഒരു കത്തി കൊണ്ട്, ഒരു ഏകദേശം 1 അടി നീളമുള്ള കത്തി എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ആ കത്തി കൊണ്ട് ഒരൊറ്റ കുത്തിന് ദജ്ജാലിനെ കൊന്നുകളയും. അത്രയും വലിയൊരു സൃഷ്ടിയെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരേ ഒരു കുത്തേ കുത്തുകയുള്ളൂ, കത്തി കൊണ്ട് കൊന്നുകളയുമെന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായി മറ്റൊരു പഠന പരമ്പരയിൽ പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും മൻഹജും സ്വീകരിക്കുവാനും പരിശുദ്ധ ഖുർആനിലൂടെയും സ്വഹീഹായ ഹദീസുകളിലൂടെയും
ഈമാൻ കാര്യങ്ങളിലായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചറിഞ്ഞ് അതിൽ വിശ്വസിക്കുകയും അതിനെ അംഗീകരിക്കുകയും അതിൽ ഒന്നിനെപ്പോലും നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിലും അഖീദയിലും മരണം വരെ ഉറച്ചു നിൽക്കുകയും ഈ ഒരു മൻഹജിലേക്ക് മറ്റുള്ളവരെ ദഅവത്ത് നടത്തുകയും ചെയ്യുന്ന സാത്വികന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.